ഗൈസ്, ഈ പൊട്ടിത്തെറിക്കുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളെ കോൺഫ്ലോർ, പഞ്ചസാര, വെള്ളമാണ് ഒഴിച്ചത്. ഇത് ഇങ്ങനെ പെട്ടെന്ന് തിക്കായതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ബദാം പരിപ്പ് പൊടിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് കളറൊക്കെ മാറ്റി ഒക്കെ എടുത്തായിരുന്നു. അതിനേക്കാളും ടേസ്റ്റ് ഡയറക്റ്റ്ലി വി ഷുഡ് ആഡ് ഷുഗർ. ഇനി നമുക്ക് ബദാം പരിപ്പ് ക്രഷ് ചെയ്യാണ്. കുറച്ച് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് പൊടി പോലെ അങ്ങ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യണം. ആഫ്റ്റർ അതിൽ മുന്തിരിങ്ങ ചേർത്തിട്ടുണ്ട്. മുന്തിരിങ്ങ കുറച്ചിട്ടുള്ള ബദാമിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കാനായിട്ട് ഒക്കെ കാണുമായിരിക്കും. ഇവിടെ ലൈറ്റ് ഇച്ചിരി കുറവാണ്. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് ആദ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വളരെ വളരെ തിന്നായിട്ടായിരുന്നു ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി. ആഫ്റ്റർ നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഇതിനെ ഇങ്ങനെ ബദാം പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്ത് ഇളക്കിയതാണ് ഗൈസ്. ഈ ഇളക്കി ഇനി ഡാഡി എങ്ങനെ ഏൽപ്പിക്കണം. കാരണം എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട്. എനിക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ട്. കൂടുതൽ നേരം ഞാൻ ഇളക്കി കഴിയുമ്പോൾ എൻ്റെ കരളിനകത്ത് വീക്കം വരും. കൈ നല്ല രീതിയിൽ നോവുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം നേരത്തെ പോലെ. ഇവിടെ നെയ്യില്ല. നെയ്യാണെങ്കിൽ പെട്ടെന്നങ്ങ് തിക്കായി വരും. ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. നല്ല ടേസ്റ്റായിരിക്കും. പിന്നീട് കുറച്ച് നെയ്യ് മതിയാവും. നമ്മളിപ്പം ഒരുപാട് പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുന്നതിനേക്കാളും 3-4 സ്പൂണിൽ നെയ്യിൽ ഇത് സെറ്റായി വരും ഗൈസ്. അതാണ് നെയ്യും വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഡാഡി വരുന്നുണ്ട്, എമ്പക്കമൊക്കെ ഇട്ട് വരുന്നുണ്ട്, കപ്പലണ്ടിയും ചായയൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട്. ഡാഡി ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ നേരെ വിചാരിച്ച് കുറച്ച് ബീട്രൂട്ടും കൂടെ ചിരണ്ടി ഇടാമെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവും, ഒരു വല്ലാത്ത കളറാകും. ഒരുപാട് ചാറ് ബീട്രൂട്ടിൻ്റെ ഒഴിച്ചാൽ നല്ല പിങ്ക് കളറ് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെന്ന്. ഇത് എൻ്റെ കയ്യിൽ നീരാണ്. നല്ല രീതിയിൽ എന്നെ ഒരു ഇൻസെക്റ്റ് വന്ന് കടിച്ച്. ഇൻസെക്ട്സിന് എൻ്റെ രക്തം, എൻ്റെ ബോഡി ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എവിടെ ഇരുന്നാലും എന്നെ കയറി കടിക്കും. അപ്പോൾ ഇത് ഓക്കെ ആക്കട്ടെ ഗൈസ്. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഒരു ചെറിയ സ്പൂണാണ് എടുത്തത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേണം ഇതിനെ തിക്കാക്കി എടുക്കാൻ. ഞാൻ ഈ സ്പൂൺ മാറ്റി ഒരു സ്പൂണ് വേറൊരു കൊച്ചു സ്പൂണാക്കിയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് എൻ്റെ ലിവറിനകത്തോട്ട് നീര് കയറും. സോ പാടാണ്. അപ്പം ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഉണ്ട്. നല്ല ബദാം പരിപ്പിൻ്റെ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല അളവിനുള്ള പഞ്ചസാരയേ ഉള്ളൂ. അപ്പം ഇതിനെ ഇങ്ങനെ ഇളക്കട്ടെ. മുന്തിരിക്കുട്ടന്മാരൊക്കെ വലുതായി വരുന്നുണ്ട്. ഡാഡിയേയും കൊണ്ട് കൂടെ ഇളക്കിപ്പിച്ച് സെറ്റാക്കിയിട്ട് കാണിക്കാം ഗൈസ് കേട്ടോ. ഗൈസ് ഇപ്പോൾ ഇളക്കി ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് പാത്രത്തിൽ ഒഴിക്കാനുള്ള സംഭവമായിട്ടുണ്ട്. ബിക്കോസ് ഇത് സെറ്റായിക്കോളും. കോൺഫ്ലോർ അല്ലേ, കോൺഫ്ലോർ ആയതുകൊണ്ടാണ് ഗൈസ്. ഇതിനകത്ത് മൈദായോ ഗോതമ്പിൻ്റെയോ ഒന്നും ആക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഇങ്ങനെ ആവുമ്പോൾ നമുക്കിത് സെറ്റാക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ, അല്ലാതെ പേടിക്കുകയേ വേണ്ട. സെറ്റായിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഇളക്കട്ടെ ഗൈസ്. ഇതിനകത്ത് നിന്ന് കുറച്ച് ഒരു 2-3 കിണ്ണിയിലോട്ടാക്കാനാണ് പ്ലാൻ. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി വരുത്തില്ല. കട്ടി ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇതിന് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പോഴും തീ കിടപ്പുണ്ട്. അതിൽ നിന്ന് കുറച്ച് വീതം എടുക്കാം. നിങ്ങൾ ഭയപ്പെടുന്ന ഒന്നും സംഭവിക്കത്തില്ല. പരുവത്തിനുള്ള എണ്ണയും ആവുമ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈയൊന്ന് തെറ്റിപ്പോയാൽ മറ്റേ മാവിനെ പോലെ ഒന്നും സംഭവിക്കത്തില്ല. ഇച്ചിരി തിക്കാവും, പെട്ടെന്ന് തിക്കാവും.
കിണ്ണത്തിൽ കൊള്ളുന്നതേ കാണും ഗൈസ്. ഒരുപാട് ഉണ്ടാക്കത്തില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരില്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ന് സെറ്റായിക്കോളും ഗൈസ്. അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. മാറ്റി എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. ഈ ഗ്ലാസിൻ്റെ ഇത് പറയാൻ മറന്നുപോയി, അപകടം ഉണ്ടാക്കും ഈ സംഭവം ഗ്ലാസ്സാണ്. അപ്പം ഞാൻ അടുത്തൊരു പാത്രം എടുത്ത് അതും കൂടെ സെറ്റാക്കാം. ഇപ്പോഴും തീ ഇതിലുണ്ട് ഗൈസ്, ഒന്നും സംഭവിക്കത്തില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തീ കുറച്ച് കുട്ടിക്കും ഒക്കെ ചെയ്യാം, ഒന്നും സംഭവിക്കത്തില്ല. ഇതിനകത്തൂടെ സെറ്റാക്കട്ടെ ഗൈസ്. ആദ്യമേ ഇത് നമ്മൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ആണ് നമ്മളിത് മാവ് വെന്തത്. സോ അതുകൊണ്ട് നല്ലോണം മാവ് പെട്ടെന്ന് വെന്ത് കുറുകിക്കോളും. കുറുകുമ്പം മാത്രം പഞ്ചസാരയൊക്കെ ചേർക്കുക. ഡൈല്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ തിന്നാക്കിയിട്ട് മാത്രമേ ഈ മാവ് അടുപ്പത്ത് വെക്കാവൂ. അത് വേവണ്ടേ. ഓക്കെ ഗൈസ്, നമുക്കിത് ഓഫാക്കാം. എന്നിട്ട് ഇത് സെറ്റായിക്കോളും. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ബിളുബോ ഇല്ല, കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബുളുബളബളായിരിക്കുന്ന പോലെ. അപ്പോൾ ഒരു കുഴപ്പവും പറ്റില്ല ഗൈസ്. ഞാനിത് വെളിച്ചെണ്ണ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇത് സെറ്റായി തണുത്ത് വരുമ്പോൾ ആ വെളിച്ചെണ്ണയായിട്ടുള്ള പരുവങ്ങാവും. അപ്പം നല്ലോണം ഇരിക്കും. അപ്പം നമുക്ക് വിഷമില്ലാതെ മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. കടയിൽ ഭയങ്കര വില പാലുവയ്ക്ക്, വെള്ളലുവയും ഗോതമ്പ് ഹൽവയും ബദാം ഹൽവയും ഡേറ്റ്സ് ഈത്തപ്പഴത്തിൻ്റെ ഹൽവയും എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ബട്ട് അതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലുട്ടാപ്പിയായിട്ടിരിക്കും ഗൈസ്. അപ്പോൾ ഇത് സെറ്റായതിന് ശേഷം ഞങ്ങൾ കഴിക്കുന്നതായിരിക്കും. അത് ഷോർട്ട് വീഡിയോയിൽ കാണിക്കും. ഇത് തണുക്കുന്നിടം വരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, എനിക്ക് വേറെ വീഡിയോ എടുക്കണം. അപ്പോൾ ഗൈസ്, ഇത് വേറെ ഒന്നുമില്ല, ഈ ഗുളു അവിടെ നിന്ന് തണുത്ത് സെറ്റായി എണ്ണയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഇങ്ങനെ ബദാം ഹൽവയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.